വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. പ്രതീക്ഷയോടെ കാത്ത് കേരളം. കേരള രാഷ്ട്രീയത്തിലെ അതികായകനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിനുകൾ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് നടന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ജൂൺ 23-നാണ് 102 വയസ്സുകാരനായ വി.എസിനെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു മുതൽ തന്നെ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. തുടക്കത്തിൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനുകൾ വ്യക്തമാക്കിയിരുന്നു. മരുന്നുകളോട് ഭാഗികമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരേണ്ടി വരുന്നുണ്ട്. ഹൃദയമിടിപ്പിൽ നേരിയ പുരോഗതി ഉണ്ടായതായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മകൻ അരുൺകുമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നുവെങ്കിലും പൊതുവിലുള്ള ആരോഗ്യനില അതീവ സങ്കീർണമായി തുടരുകയാണ്. മുതിർന്ന ഡോക്ടർമാരുടെ ഒരു സംഘമാണ് വി.എസിനെ പരിചരിക്കുന്നത്. ഓരോ ദിവസവും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പുരോഗതി വിലയിരുത്തുകയും തുടർ ചികിത്സാ രീതികളെക്കുറിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നടത്തുന്ന വെന്റിലേറ്റർ സപ്പോർട്ടും മറ്റ് തീവ്രപരിചരണ ചികിത്സകളും തുടരാനാണ് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മെഡിക്കൽ ബോർഡ് യോഗങ്ങളിൽ പങ്കെടുത്ത് നിലവിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിവരങ്ങൾ തേടാറുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ ആശുപത്രിയിലായതു മുതൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ A.K. ശശീന്ദ്രൻ, K. കൃഷ്ണൻകുട്ടി എന്നിവരും മുൻ മന്ത്രിമാരും CPI നേതാക്കളുമായ E.P. ജയരാജൻ, P.K. ശ്രീമതി, P.K. ഗുരുദാസൻ തുടങ്ങിയവരും ആശുപത്രിയിൽ എത്തിയിരുന്നു. DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വി.എസിനെ സന്ദർശിച്ചു. ആശുപത്രിയിൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. കേരള രാഷ്ട്രീയ അരനൂറ്റാണ്ടിലേറെക്കാലം നിറഞ്ഞുനിന്ന അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾക്ക് പേരുകേട്ട വി.എസ്. അച്യുതാനന്ദൻ 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. പുന്നപ്ര വയലാർ സമരത്തിലും കേരളത്തിലെ കർഷക തൊഴിലാളി മുന്നേറ്റങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമാണ്. ഏതാനും വർഷം മുമ്പ് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് സംസാരത്തിലും ചലനശേഷിയിലും പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും പൊതുസമൂഹത്തിന് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കുറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ ആരോഗ്യ വിവരങ്ങളും കേരളം ഉറ്റുനോക്കുന്നത് ഈ ജനകീയ ബന്ധം കൊണ്ടുകൂടിയാണ്. പ്രിയപ്പെട്ട നേതാവ് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ.